സാധാരണക്കാരിയെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നയാളാണ് നടി അനുശ്രീ. താരജാടകളോടെ ഒരിക്കലും അനുശ്രീയെ ജനം കണ്ടിട്ടില്ല. ഡയമണ്ട് നെക്ലസ് എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന അനുശ്രീ ആദ്യ സിനിമയിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടു. കോമഡിയും വൈകാരിക രംഗങ്ങളും അനായാസം ചെയ്യാൻ പറ്റുന്ന നടിമാരിൽ ഒരാളുമാണ് അനുശ്രീ. പുതിയ അഭിമുഖത്തിൽ അനുശ്രീ പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത്. ഞാനങ്ങനെ സ്ക്രിപ്റ്റ് വായിച്ച് ഭയങ്കരമായി അതേക്കുറിച്ച് ചിന്തിക്കുന്ന ആളല്ല. എനിക്കത് പറ്റില്ല. ആരെങ്കിലും വിളിച്ചാൽ ഞാൻ എണീറ്റ് പോകും. ലൊക്കേഷനിൽ ചില ആൾക്കാർ മസിൽ പിടിച്ചിരിക്കും. എന്താണ് അവർ മിണ്ടാത്തതെന്ന് ചോദിച്ചാൽ ക്യാരക്ടറിലാണെന്ന് പറയും. അതെങ്ങനെയാണ് പറ്റുകയെന്ന് ഞാൻ ചോദിക്കും. ഞാനൊക്കെ കട്ട് പറഞ്ഞാൽ അപ്പോൾ നാരങ്ങ വെള്ളമുണ്ടോ എന്ന് ചോദിക്കും. അല്ലെങ്കിൽ മൊബൈലിൽ കുത്തും. എനിക്കങ്ങനെ പറ്റില്ല. കട്ട് പറയാൻ ഞാൻ വെയിറ്റ് ചെയ്യും. സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഡയറക്ടറോട് ചോദിച്ച് മനസ്സിലാക്കും. അല്ലാതെ സ്വയം ചിന്തിച്ച് ഇമോഷൻ കൊടുക്കാനൊന്നും താൻ ശ്രമിക്കാറില്ലെന്നും അനുശ്രീ പറയുന്നു. നമ്മളിവിടെയുണ്ടെന്ന് അറിഞ്ഞിരിക്കണമെന്ന രീതിയാണിപ്പോൾ. പക്ഷേ ഞാനതിൽ വീക്കാണ്. സിനിമയിലുള്ളവരെ ഓർമ്മിപ്പിക്കണം എന്നത് എനിക്കിതുവരെ വർക്കായിട്ടില്ല. ഞാൻ ഇവിടെയുണ്ടെന്ന് അവർക്കറിയാമല്ലോ. ഒന്നുമില്ലെങ്കിൽ ഞാൻ സുഖമായി സ്വന്തം നാടായ കമുകുംചേരിയിൽ പോയിരിക്കും. ഞാൻ അതിനെപ്പറ്റി ആലോചിക്കാറില്ല. EMI അടക്കണമെന്നത് വേറെ കാര്യം. 12-ാം തീയതിക്ക് മുമ്പ് ഞാനൊന്ന് ആലോചിക്കും. ഈ വട്ടത്തെ EMI പോകാനുള്ള കാശുണ്ടെങ്കിൽ എനിക്ക് പിന്നെ വേറൊന്നുമില്ല. ബാധ്യതകളില്ലെന്നല്ല, പക്ഷേ പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല. സിനിമയിൽ വന്ന സമയത്തൊന്നും അങ്ങനെ ശീലിക്കാത്തത് കൊണ്ടായിരിക്കും. പക്ഷേ എൻ്റെ ചുറ്റും നിൽക്കുന്നവർ അതിലൊന്നും പറയാറില്ല. കഥ ഇന്നുവരെയാണ് ഞാൻ അവസാനം ചെയ്ത സിനിമ. സെപ്റ്റംബർ ആകുമ്പോൾ 1 വർഷമായി. പക്ഷേ എനിക്ക് ചുറ്റുമുള്ള ആരും ചോദിക്കാറില്ല. എപ്പോഴെങ്കിലും എനിക്കുള്ളത് വന്നോളും. അത് വരട്ടെ. അതില്ലെങ്കിൽ ഞാൻ കമുകുംചേരിയിൽ പോയിരിക്കും. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴായിരിക്കും ഇതേക്കുറിച്ച് ചിന്തിക്കുക. പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കാറില്ലെന്നും അനുശ്രീ പറഞ്ഞു.